السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഖാഫിന്റെ തഫ്സീറിൽ നാം വായിക്കുന്ന കിതാബ് തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജി അസ്സലഫ് സ്സാലിഹ് ഷെയ്ഖ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള തഫ്സീറാണ്. അതിൽ കഴിഞ്ഞ ദർസുകളിൽ 22ാമത്തെ ആയത്ത് വരെ നാം മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിക്കുന്ന ധിക്കാരികൾക്ക് അവർക്ക് മനസ്സിലാക്കാനുള്ള തെളിവുകളെ വിവരിക്കുകയും മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അതിനുശേഷം പരലോകത്തിന്റെ ഓരോ അവസ്ഥകൾ എണ്ണി പറയുകയുമാണ്. അതിൽ പറഞ്ഞു 21ാമത്തെ ആയത്തിൽ വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ഓരോ ആളുടെ കൂടെയും അവനെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരാളും അവന് സാക്ഷിയായിട്ട് ഒരാളും ഉണ്ടാകും. അഥവാ ഏതൊരാൾക്കും സാക്ഷിയായിട്ട് ഭൂമി സാക്ഷിയായിരിക്കും. അവൻ ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷിയായി ഭൂമി ഉണ്ടാകും. അവന്റെ തൊലി സാക്ഷിയായി കൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ റസൂലുകൾ അവനക്കെതിരെ സാക്ഷിയായിട്ടുണ്ടാകും. അതുപോലെ ധാരാളം അങ്ങനെ കാര്യങ്ങൾ സാക്ഷിയായിട്ടുണ്ടാകും. അതിൽ പ്രത്യേകം ഒരാളെ അല്ലെങ്കിൽ ഒരു മലക്കിനെ സാക്ഷിയായിക്കൊണ്ട് അവൻ ചെയ്ത ഖൈറും ഷർറും എല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്ലാഹു തആല ഒപ്പം നിയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെ അശ്രദ്ധയിലായിരുന്നു നിന്റെ ജീവിതമെന്നും ഇപ്പോൾ നിനക്ക് എല്ലാ കാര്യവും കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്നും അറിയിക്കുകയും ചെയ്യും. തുടർന്നുള്ള ആയത്തുകളും അതേ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ പരലോകത്തിന്റെ ആ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന അല്ലെങ്കിൽ അതിൽ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ വിവരിച്ചു തരുന്നതാണ് അടുത്ത ആയത്തുകളും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 23ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു വഖാല ഖരീനുഹു. ഖരീൻ എന്ന് പറഞ്ഞാൽ ഒപ്പമുണ്ടാകുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഖരീൻ എന്ന് പറയുക, ഒപ്പം ചേർന്നുണ്ടാകുന്നത് ഖരീൻ. വഖാല ഖരീനുഹു, അവന്റെ ഖരീൻ പറയും. ഇവിടെ ഖരീൻ എന്നുള്ളത് പറഞ്ഞാൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ ഖരീനെ പറ്റി പരാമർശിച്ചത് കാണാം. ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല നിങ്ങളുടെ മേലെ ജിന്നിൽ നിന്ന് അഥവാ പിശാചുക്കളിൽ നിന്ന് ഒരു ഖരീനിനെ നിങ്ങളോടൊപ്പം വെക്കാതെ, അഥവാ ഓരോ മനുഷ്യനോടൊപ്പവും പിശാചുക്കളിൽ നിന്നൊരു ഖരീൻ ഉണ്ടാകും, അവനോടൊപ്പം ഓരോ വ്യക്തികളോടൊപ്പം. അത് അവനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള അവസ്ഥയിൽ, തെറ്റുകളിലേക്ക് ഇഷ്ടം തോന്നിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന നഫ്സിനോട് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാകും. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ഖാലു വ ഇയ്യാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല വ ഇയ്യാ ഇല്ലാ അന്നല്ലാഹ ആനനി അലൈഹി ഫഅസ്ലമ ഫലാ യഅ്മുർനി ഇല്ലാ ബിഖൈരിൻ. എന്നാൽ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ ഖരീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖരീന്റെ മേലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ഖരീൻ മുസ്ലിം ആയിട്ടുണ്ട്. എന്നോട് ആ ഖരീനും ഖൈറല്ലാതെ ഒന്നും കൽപ്പിക്കുകയില്ല. അഥവാ പ്രേരിപ്പിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖരീൻ എന്താ, മുസ്ലിം ആയിട്ടുള്ള ഖരീനാണ്, ഖൈറായിട്ടുള്ള കാര്യമല്ലാതെ പ്രേരിപ്പിക്കുകയില്ല. ഇതിന്റെ സഹീഹ് മുസ്ലിമിലെ മറ്റൊരു റിവായത്തിൽ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനൽ മലായിക, മലക്കുകളിൽ നിന്നുള്ള ഒരു ഖരീനും നിങ്ങളോടൊപ്പം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. മലക്കുകളിലുള്ള ഖരീൻ എന്താണ് ചെയ്യുക? നഫ്സിനെ നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, പാപങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ ഉപദേശിക്കുന്ന, തെറ്റാണ്, അതിന്റെ അപകടം ഇങ്ങനെയാണ് എന്നുള്ള നിലക്കൊക്കെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരു മലക്കിനെയും ഖരീനായിക്കൊണ്ട് നിയോഗിച്ചിട്ടുണ്ടാകും.
അപ്പോൾ കരീനുകൾ രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. ഒന്ന് ജിന്നുകളിൽ നിന്നുള്ള കരീനും, രണ്ട് മലക്കുകളിൽ നിന്നുള്ള കരീനും ഉണ്ടാകും എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കരീൻ ആരാണ് എന്നുള്ളതാണ്. വഖാല കരീനുഹു, ഇതിൽ ഈ തഫ്സീറിൽ പറയുന്നത് ഐ മലക്കുഹു അല്ലദീ കാന യക്തുബു അമലഹു അസ്സയ്യ, മലക്ക് അവനോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ തെറ്റുകൾ എഴുതി വെച്ചിരുന്ന ആ മലക്കാണ് ഇവിടെ കരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഒരാളുടെ ഒപ്പമുള്ള മലക്കാണ്, പൊതുവായിട്ടുള്ള രേഖകൾ എഴുതപ്പെടുത്തുന്ന മലക്ക് എന്നല്ല, അല്ലാതെ കരീനായിട്ടുള്ള മലക്കാണ് ഇത് പറയുന്നത് എന്ന നിലക്കൊക്കെ കാണാം. എന്തായാലും ഒരു മലക്ക് ഇവന്റെ ഒപ്പമുണ്ടായിരുന്ന മലക്ക് ഇവനെതിരെ സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഇവൻ ചെയ്ത അമലുകൾ മായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ അടിമ അഥവാ ഓരോരുത്തരും മനുഷ്യരായിട്ടുള്ള ഓരോരുത്തരും എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും കുഫാറുകളും മഅസിയത്തുകളും മുഴുകിയിരുന്ന ആളുകൾ എത്തുമ്പോൾ അവിടെ വെച്ച് അവനോടൊപ്പം ഉണ്ടായിരുന്ന കരീൻ അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതോ അതല്ലെങ്കിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന മലക്കോ പറയും, ഹാദാ മാ ലദയ്യ അതീദുൻ, ഹാദാ മാ ലദയ്യ, ഇതാണ് എന്റെ അടുക്കൽ. അതീദ് എന്ന് പറഞ്ഞാൽ ഒരുക്കിയിട്ടുള്ളത് അഥവാ രേഖപ്പെടുത്തി തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതാണ് എന്ന നിലക്ക് അവന്റെ കർമ്മങ്ങളുടെ രേഖകൾ അള്ളാഹുവിന് മുമ്പിൽ അവൻ അവിടെ സ്ഥാപിക്കും, അവൻ സമർപ്പിക്കും. ഐ ഹാദല്ലദീ കാന യഅമലുഹു, അതായത് ഇതാണ് ഇവൻ പ്രവർത്തിച്ചിരുന്നത്. ഹാദിറൻ മുഹയ്യൻ, അതിവിടെ ഒരുക്കപ്പെട്ട നിലക്ക് ഇവിടെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ കരീൻ അവിടെ വെച്ച് പറയുന്നതാണ്. അപ്പോ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം കൃത്യമായ രേഖകൾ അത് രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ അതെല്ലാം പരലോകത്ത് വെച്ച് ഈ ഖരീൻ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഏൽപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കാണിക്കുന്നതാണ്. അത് അവിടെ ഹാദിറായ നിലക്കുണ്ടാകും. അടുത്ത ആയത്തിൽ കാണാം അൽ ഖിയാ എന്നുള്ളത് രണ്ടാളോടുള്ള കൽപ്പനയാണ്. രണ്ടാളുകളോട് പറയാണ് അൽ ഖിയാ ഖിതാബുൻ ഇല സാഇഖി വശഹീദ്. ഇതിന്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് അല്ലാഹു തആല പറയും അൽ ഖിയാ, ഇവനെ എറിയുക. രണ്ടാളുകളോട് പറയാണ് ഇവനെ എറിയുക. ആരോടാണത്? ഒന്ന് സായിഖ്, രണ്ട് ഷഹീദ്. അവനോടൊപ്പം അവനെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും, അവന് സാക്ഷ്യം വഹിക്കാനായിട്ട് അവന്റെ സാക്ഷിയായിട്ട് ഒരാളുണ്ടാവും. ഈ രണ്ട് മലക്കുകളോട് കൂടി പറയും അവനെ എറിയുക. ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. അൽ ഖിയാ എറിയുക എന്ന് പറഞ്ഞിട്ട് പറയും ഫീ ജഹന്നം, നരകത്തിലേക്ക് എറിയുക. കുല്ല കഫാരിൻ അനീദ്, എല്ലാവിധ കഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിർ എന്നുള്ളതിന്റെ സീഗത്തുൽ മുബാലഗ അഥവാ അങ്ങേയറ്റം നിഷേധി എന്നുള്ളതിന്റെ ആ ഒരു തീവ്രത അറിയിക്കാൻ വേണ്ടി നിഷേധിയെയും, അതുപോലെ തന്നെ അനീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരിയായിട്ടുള്ള നിഷേധി. അതായത് പിന്നെ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നുള്ള ആശയമാണെങ്കിൽ അനീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരത്തോടുകൂടി നിഷേധിക്കുക. അതായത് ഒരാൾക്ക് ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നില്ല എന്നും പറയാം, എന്നാൽ തിരിച്ച് ധിക്കാരത്തോടു കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് ആ രീതിയിൽ നിഷേധിക്കാം. അനീദ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടിയും ധിക്കാരത്തോടു കൂടി നിഷേധിയായി ജീവിക്കുന്ന, അവിശ്വാസിയായി ജീവിക്കുന്നതിനാണ് അനീദ് എന്ന് പറയുക. അങ്ങനെയുള്ള എല്ലാവരെയും നരകത്തിലെറിയാൻ ഫഅമറഹുമല്ലാഹു അൻ യഖ്ദിഫാ ഫീ ജഹന്നമ കുല്ല ശദീദിൽ കുഫ്രി വൽ അനാദ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് മലക്കുകളോട് കൽപ്പിക്കും ഈ നരകത്തിലേക്ക് എറിയാൻ ഇതുപോലെ കുഫറും അതുപോലെ തന്നെ അനാദും ഉണ്ടായിരുന്ന ആളുകളെ അഥവാ നിഷേധിയും ധിക്കാരിയുമായിട്ടുള്ള ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, ഇപ്പോ അവിശ്വാസിയെയും നിഷേധിയെയും ധിക്കാരിയെയും എറിയാൻ പറഞ്ഞു. പിന്നെയും പറഞ്ഞു, അതിനെ തുടർന്നു കൊണ്ട് പറയുകയാണ് മന്നാഇൻ ലിൽ ഖൈരി. മന്നാ എന്നുള്ളതൊക്കെ കഫാറിന്റെ നഅത്താണ് അനീദിന്റെ നഅത്താണ് മന്നാ എന്നുള്ളത്. തുടർന്ന് വരികയാണ് മന്നാഇൻ ലിൽ ഖൈർ, ഖൈറിനെ തടയുന്നവർ. മാനി എന്ന് തടയുന്നവൻ എന്നുള്ളതിന്റെ സിഗത്തു പോലെ മന്നാ, ഖൈറുകളെ തടയുന്നവൻ. ഐ യംനഉൽ ഖൈറ അൻഹു വഅൻ ഗൈരിഹി, അവനിലും ഖൈർ തടയും മറ്റുള്ളവർക്കും ഖൈർ തടയും. നമുക്ക് ഈ ഭാഗം ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങൾ വായിച്ചിട്ട് കിതാബുൽ ഫവായിദിൽ ഇബ്നു ഖയ്യിം ഈ ഭാഗങ്ങളെ വിശദീകരിച്ച ഭാഗം വായിക്കുമ്പോൾ മന്നാഇൽ ഖൈർ ആരാണ്, എന്താണ് തടയുന്നത് എന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. അപ്പൊ എല്ലാവിധ നന്മകളെയും അവന്റെ സ്വന്തത്തിൽ എന്ത് നന്മ ഉണ്ടാക്കില്ല, അവന് നന്മയുള്ള കാര്യം ചെയ്യില്ല, പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യില്ല. മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യാനോ അതിനും നിൽക്കില്ല, എല്ലാം തടയുന്നവൻ. മുഅ്തദിൻ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കുന്നവൻ, ദുൽമു ചെയ്യുന്നവൻ, വാലിം, അക്രമി. ഫീമാ യഫ്അലുഹു വ മുതജാവിസു ബിസ്സയ്യിആത്ത്, അഥവാ അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകളിൽ
പരിധി ലംഘിച്ച് അതിരുവിട്ട് ഉപദ്രവം ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യും, അവൻ സ്വന്തത്തിലും ഒരു പരിധിയില്ലാതെ പാപങ്ങൾ മുഴുകുന്നവൻ. മുരീബിൻ, മുരീബ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞ നാറ്റാണ്, നാറ്റും ബാഡ് നാറ്റ്. മുരീബിൻ, മുരീബ് എന്ന് പറഞ്ഞാൽ സംശയമുള്ളവൻ, ഒരു കാര്യത്തിലും അഥവാ അള്ളാഹു തആല അറിയിച്ച വഅദിലോ വഈദിലോ അള്ളാഹുവിനെ സംബന്ധിച്ചോ ഈമാനിനെ സംബന്ധിച്ചോ ഒന്നിലും വിശ്വാസമില്ലാതെ ഐശാക്കിൻ ഫി അംരിഹി മുർതാബ്, എല്ലാ കാര്യത്തിലും സംശയത്തിലായിരിക്കുന്നവൻ. അപ്പോ കുഫാറുകളെയും അനീദുകളെയും മന്നാഇൽ ലിൽ ഖൈറിനെയും മുഅ്തദിനെയും മുരീബിനെയും നരകത്തിലിടാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. ഈ വിശേഷണങ്ങൾ ആളുകൾ എങ്ങനെയുള്ളവരാണ്? അല്ലദീ എങ്ങനെയുള്ളവരാണ്? ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ ഉണ്ടാക്കിയവരാണ്, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ സ്ഥാപിച്ചവരാണ്. യഅ്ബുദുഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കുന്നവൻ. ഫഅൽഖിയാഹു, എന്നിട്ട് അല്ലാഹു പറയാണ് ഫഅൽഖിയാഹു, അവനെ എറിയുക. അയ്യമുറുൽ മലക്കൈനി ബിൽഖാഹിഹി, രണ്ട് മലക്കുകളോടായിട്ട് കൽപ്പിക്കുകയാണ് അവനെ എറിയാൻ വേണ്ടി. ഫിൽ അദാബി ഷദീദ്, വേദനയേറിയ കടുത്ത, ഷദീദ് എന്ന് പറഞ്ഞാൽ വേദനയല്ല, കടുത്ത ശിക്ഷയിലേക്ക്, കഠിനമായ ശിക്ഷയിലേക്ക് അവനെ എറിയുക എന്ന് ഈ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. ഇത് പരലോകത്തെ ഒരു കാഫിറായിട്ടുള്ള നിഷേധിയായി ജീവിച്ച ആളുകളുടെ അവസ്ഥയായിട്ടാണ് ഓരോന്നും എണ്ണി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഒരു സന്ദർഭം നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്ത് ജീവിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാലും അതെല്ലാം നാളെ പരലോകത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇവിടെ ഖരീൻ പറഞ്ഞല്ലോ ഹാദാ മാ ലദയ്യ, ഇതാണ് എന്റെ അടുക്കലുള്ളത് അതീദായിക്കൊണ്ട് എന്നുള്ളത്. മുജാഹിദ് റഹിമഹുല്ലാ അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അവനത് ഹാജരാക്കിക്കൊണ്ട് ആ മലക്ക് പറയും ഹാദല്ലദീ കുൻത വക്കൽതനി ബിഹി ഫിദ്ദുനിയ ഖദ് അഹ്ബർതുഹു വഅതൈതുക ബിഹി. മലക്ക് അല്ലാഹുവിനോട് പറയും എന്നെ ദുനിയാവിൽ ഏൽപ്പിച്ച കാര്യം, ഇവന്റെ കാര്യത്തിൽ ഏൽപ്പിച്ച ഇതാണ്, അത് ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം ഹാദാ മാ കതബ്തുഹു അലൈഹി വഅഹ്സൈതുഹു മിൻ ഖൗലിഹി വഅമലിഹി ഹാദിറുൻ ഇൻദി. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ, അവൻ പറഞ്ഞ വാക്കുകൾ, ഇത് ഞാൻ രേഖപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി വെച്ച കാര്യങ്ങളാണിത്, ഇതിവിടെ ഹാജരായ അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയും. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സൂറത്ത് ഖാഫിന്റെ തഫ്സീർ ആയിക്കൊണ്ട് കിതാബുൽ ഫവായിദിൽ ആദ്യം പറയുന്ന വിഷയങ്ങളിൽ ഈ ആയത്തുകൾ പറയുന്നത് ഏത് നിലക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിലേക്ക് ഇടാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് ثم ذكر صفات هذا الملقى فذكر له 6 صفات. പിന്നെ അതായത് എറിയാൻ പറഞ്ഞ ആയത്തുണ്ടല്ലോ 23-ാമത്തെ ആയത്ത്, ആ ആയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് നരകത്തിൽ ഇടുന്നത് അല്ലെങ്കിൽ നരകത്തിൽ ഇടപെടുന്നവൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് 6 വിശേഷണങ്ങൾ അറിയിക്കുന്നുണ്ട്. 6 വിശേഷണങ്ങൾ അവരെ പറ്റി അറിയിക്കുന്നുണ്ട്. ഇഹ്ദാഹ, അതിൽ ഒന്നാമത്തേത് അന്നഹു കഫാറുൻ ലിനിഅമില്ലാഹി വഹുഖൂഖിഹി. കഫാർ എന്ന് പറഞ്ഞതിനെ പറ്റി പറയാണ് അവൻ നിഷേധിയാണ് ലിനിഅമില്ലാഹി വഹുഖൂഖിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിനെ അവൻ നിഷേധിക്കുന്നു, അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിനോട് വീട്ടേണ്ട അവകാശങ്ങളെ അവൻ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. കഫാറുൻ ബിദീനിഹി വതൗഹീദിഹി വഅസ്മാഇഹി വസിഫാതിഹി, അവന്റെ ദീന്, അതുപോലെ അല്ലാഹുവിന്റെ ദീന്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, ഇതിനെല്ലാം നിഷേധിക്കുന്നു. കഫാറുൻ ബിറുസുലിഹി വ മലായികതിഹി, അള്ളാഹുവിന്റെ റസൂലുകളെയും മലക്കുകളെയും നിഷേധിക്കുന്നു. കഫാറുൻ ബികുതുബിഹി വ ലിഖാഇഹി, അള്ളാഹുവിന്റെ കിതാബുകളെയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും അവർ നിഷേധിക്കുന്നു. അതാണ് ഒന്നാമത്തെ കഫാർ എന്ന് പറഞ്ഞത്. അസ്സാനിയത്തു, രണ്ടാമത്തെ വിശേഷണം, നരകത്തിൽ അറിയപ്പെടുന്നവന്റെ രണ്ടാമത്തെ വിശേഷണം അന്നഹു മുആനിദുൻ ലിൽ ഹഖ് ബിദഫഇഹി ജഹ്ദൻ വ ഇനാദൻ. അവൻ ഹഖിനെ വെറുതെ നിഷേധിക്കല്ല, അവൻ ധിക്കാരത്തോടുകൂടി അതിനെ ശക്തമായി ആക്രമിച്ച നിലക്ക് അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ധിക്കാരത്തോടുകൂടിയാണ് നിഷേധിക്കുന്നത്. 2 രീതിയിലുണ്ട്. സത്യനിഷേധികൾ 2 തരത്തിലുള്ള ആൾക്കാർ കാണാം. നിഷേധി അതായത് അവിശ്വാസിയായി ജീവിക്കുന്നുണ്ടാവും, മുസ്ലിങ്ങളോട് ധിക്കാരം പറയേ അല്ലെങ്കിൽ ഇങ്ങോട്ട് റസൂലുകളെ ചീത്ത പറയേ, റസൂലിനെ ചീത്ത പറയേ അല്ലെങ്കിൽ ദീനിനെ കളിയാക്കി ഒന്നും ഉണ്ടാവില്ല. വേറെ കൂട്ട ആളുകൾ ഉണ്ടാവും, അവരെ അവിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ദീനിനെ കളിയാക്കാനും റസൂലിനെ കളിയാക്കാനും അങ്ങനെയുള്ള പല രീതിയിൽ നിൽക്കുന്ന. അപ്പൊ അങ്ങനെ അതാണ് മുആനിദ് എന്ന് പറയുന്നത്, ധിക്കാരിയായിട്ടുള്ളത്. മൂന്നാമത്തെ വിശേഷണം അന്നഹു മന്നാഉൻ ലിൽ ഖൈർ, ഖൈറിനെ തടയുന്നവരാണ് അവർ, ഖൈറിനെ തടയുന്നവരാണ്.
وهذا يعم منعه للخير الذي هو إحسان إلى نفسه من الطاعات والقرب إلى الله. ഇബ്നു ഖയ്യിം പറയാണ്, ഈ മന്നാഉ ലിൽ ഖൈർ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള വാക്കാണ്. ഒന്ന്, അവന്റെ സ്വന്തത്തിനോട് അവൻ നന്മ തടയുന്നവനാണ്. സ്വന്തത്തിനോട് നന്മ തടയുക പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ അനുസരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനോ അള്ളാഹുവിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ അതൊന്നും ചെയ്യാത്തവൻ. വൽ ഖൈരില്ലദീ ഹുവ ഇഹ്സാനുൻ ഇലന്നാസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഖൈറിനെ തടയാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന അതിനെ തടയും. അവൻ സ്വന്തത്തിന് എന്തെങ്കിലും നല്ല ചെയ്യോ? ഇല്ല. മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യോ? അതും ചെയ്യില്ല. ഫലൈസ ഫീഹി ഖൈറുൻ ലിനഫ്സിഹി വലാ ലിബനി ജിൻസിഹി, അവന് സ്വന്തത്തിനും ഒരു ഖൈറുമില്ല, ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഒരു നന്മ ചെയ്യൂല. കമാ ഹുവ ഹാലു അക്സരിൽ ഖൽഖ്, അധിക ആളുകളും ഈ ഒരു അവസ്ഥയിലാണ് എന്ന് പറയാം. നാലാമത്തെ വിശേഷണം അർറാബിഅതു അന്നഹു മഅ മൻഇഹി ലിൽ ഖൈരി മുഅ്തദിൻ അലന്നാസ്, അവൻ ഖൈർ തടയുന്നു എന്ന് മാത്രമല്ല ജനങ്ങളുടെ മേലെ അതിര് കവിയുന്ന ഒരവസ്ഥയാണ്. വലൂമുൻ ഖശൂമുൻ മുഅ്തദിൻ അലൈഹിം ബിയദിഹി വലിസാനിഹി, മറ്റുള്ളവരോട് ദുൽമ ചെയ്ത് ഉപദ്രവം ചെയ്ത് നാവ് കൊണ്ടും കൈകൊണ്ടും എല്ലാം മറ്റുള്ളവരെ വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്ന ഒരാൾ. അതാണ് നാലാമത്തെ വിശേഷണം. അഞ്ചാമത്തേത് അൽ ഖാമിസ അന്നഹു മുജീബുൻ, അവൻ സംശയാലുവാണ്. ഐ സ്വാഹിബു റൈബിൻ വശക്കിൻ, എപ്പോഴും സംശയമായിരിക്കും. വമാ ഹാദാ ഫഹുവ ആതിൽ ലികുല്ലി ദീബത്തിൻ, എല്ലാവരും സംശയം ഉണ്ടാവും. ഒരു ദീനിന്റെ ഒരു കാര്യം വിശ്വസിക്കൂല, എല്ലാത്തിനും സംശയവും. യുഖാലു ഫുലാൻ മുരീബിൻ ഇദാ കാന സ്വാഹിബ ദീബത്തിൻ, എപ്പോഴും സംശയമുള്ള ഒരാളായിട്ട്. അസ്സാദിസത്തു, ആറാമത്തെ വിശേഷണം അന്നഹു മഅ ദാലിക മുശ്രികും ബില്ലാഹ്, ഇതെല്ലാം ഉണ്ടാവുമ്പോൾ അവനെന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരുവനുമാണ്. ഖദ് ഇത്തഖദ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അവൻ മറ്റൊരു ഇലാഹിനെ സ്വീകരിച്ചിട്ടുണ്ടാകും. യഅബുദുഹു വയുഹിബ്ബുഹു, അവൻ ആ ഇലാഹിനെ ആരാധിക്കും, ഇഷ്ടപ്പെടും. വയഗ്ബബു ലഹു വയർദാ ലഹു, ആ ഇലാഹിന് വേണ്ടി മറ്റുള്ളവരോട് ദേഷ്യം വെക്കും, ആ ഇലാഹിന് വേണ്ടി മറ്റുള്ളവരെ തൃപ്തിപ്പെടും, അല്ലെങ്കിൽ ആ ഇലാഹിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും. വയഹ്ലിഫു ബിസ്മിഹി, ആ ഇലാഹിന്റെ പേര് കൊണ്ട് സത്യം ചെയ്ത് പറയും. വയൻദുറു ലഹു, അവന് വേണ്ടി നേർച്ച നേരും. വയുവാലി ഫീഹി, അവന് വേണ്ടി പരസ്പരം സ്നേഹബന്ധം വെക്കും. വയുആദി ഫീഹി, അവന് വേണ്ടി പരസ്പരം വെറുക്കും. അഥവാ വേറെ ഇലാഹിനെ വെച്ചിട്ട് അള്ളാഹിന് ചെയ്യേണ്ട ഇബാദത്തുകൾ അയാൾക്ക് ചെയ്യും. ഈ 6 വിശേഷണങ്ങൾ നരകത്തിൽ എറിയപ്പെടുന്ന ആളുടെ വിശേഷണമാണ് ഈ ആയത്തുകളിൽ നിന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഗൗരവത്തിൽ ഈ വിശേഷണങ്ങളിൽ അകപ്പെടാതെ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 6 വിശേഷണങ്ങളായിട്ട് എണ്ണി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കഴിഞ്ഞില്ല. ഈ വിശേഷണങ്ങൾ പറഞ്ഞ് അവന്റെ മേലെ ഈ കുറ്റം ആരോപിക്കുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ രേഖപ്പെടുത്തിയ രേഖകൾ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു തർക്കം ഉണ്ടാകാറുണ്ട്, അവിടെ ഒരു സംസാരം ഉണ്ടാകാറുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ സന്നിധിയിൽ മനുഷ്യനെത്തി, മനുഷ്യന് സാക്ഷിയായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്ത മലക്കുണ്ട്, അതുപോലെ അവനെ തെളിച്ചു കൊണ്ടുവന്നൊരു മലക്കുണ്ട്, അവന്റെ രേഖകൾ കാണിച്ചു കൊടുത്തു, ഇവനെ നരകത്തിൽ എറിയാൻ കൽപ്പിച്ചു. ആ സമയത്ത് മനുഷ്യന്റെ ചില തർക്കങ്ങൾ അവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. ഖാല ഖരീനുഹു, അവന്റെ ഖരീൻ അഥവാ അവനോടൊപ്പമുള്ള ഖരീൻ പറയും എന്നുള്ളത്. ഇവിടെ ആരാണ് ഖരീൻ എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. നമ്മൾ വായിക്കുന്ന തഫ്സീറിൽ ഐ ഹുവ ശൈത്താനു, ശൈത്താനാണ് എന്ന് കാണാം. നമുക്ക് ആദ്യം ആ അർത്ഥത്തിൽ മനസ്സിലാക്കാം. ആദ്യം അത് പറയാം, രണ്ടാമത്തേത് അതിന് ശേഷം പറയാം. അപ്പോൾ ശൈത്താൻ അഥവാ നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യനോടൊപ്പം ജിന്നിൽ നിന്നുള്ള പിശാചുക്കളിൽ നിന്നുള്ള ഒരു ഖരീനുമുണ്ട്, മലക്കിൽ നിന്നുള്ള ഒരു ഖരീനുമുണ്ട്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ ഖരീൻ മലക്കിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്ന ഖരീൻ ശൈത്താനാണെന്നുള്ളത് ഒരു കൂട്ടം മുഫസ്സിരീങ്ങൾ. ആ അർത്ഥത്തിൽ വിശദീകരിച്ചാൽ ആ ഖരീൻ പറയുന്നത് അഥവാ ശൈത്താൻ, അവനോടൊപ്പം ഉണ്ടായിരുന്ന ശൈത്താൻ പറയുന്നത് റബ്ബനാ മാ അത്ഗൈതുഹു, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞാൻ അവനെ പരിധി ലംഘിക്കുന്ന അവസ്ഥയിലാക്കിയിട്ടില്ല. അതായത് ഐ മാ അദ്വൽതുഹു, ഞാൻ അവനെ വലാലത്തിലാക്കിയിട്ടില്ല, ഞാൻ അവനെ വഴികേടിലാക്കിയിട്ടില്ല. വലാകിൻ കാന, പക്ഷെ അവൻ ഫീ നഫ്സിഹി, അവൻ അവന്റെ സ്വന്തത്തിൽ തന്നെ ഫീ വലാലിൻ ബഈദ്, വലിയ വഴികേടിലായിരുന്നു, ബഹുദൂരം പിഴച്ചുപോയ അവസ്ഥയിലായിരുന്നു അവൻ അവന്റെ സ്വന്തത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ അറിയപ്പെട്ട ഒരു സംഭവമാണ്. പിശാച് പറയുന്ന, പരലോകത്ത് പറയുന്ന ഗൗരവമുള്ള ഒരു വാക്ക്. കാരണം പരലോകത്ത് കുഫാറുകളായി നിഷേധികളായി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരുന്ന ആളുകൾ റബ്ബേ ഇവൻ കാരണത്താലാണ് ഞാൻ പിഴച്ചത് എന്ന് പറയും. ശൈത്താനെ കാണിച്ചിട്ട് ഇവൻ കാരണത്താലാണ് ഞാൻ പിഴച്ചത് എന്ന നിലക്കൊക്കെ പറയും. അപ്പൊ അതിന് മറുപടി ആയിക്കൊണ്ട് പിശാച് പരലോകത്തെ ആളുകളോട് നടത്തുന്ന ഒരു സംസാരം സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അഥവാ ഇവര് നരകാവകാശിയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിശാച് അവിടെ നിന്ന് പറയും
വഖാല ശൈത്താനു, ആയത്തിൽ സൂറത്ത് ഇബ്രാഹിമിലെ 22ാമത്തെ ആയത്തിൽ കാണാം, വഖാല ശൈത്താനു, ശൈത്താൻ പറയും, ലമ്മ ഖുദിയൽ അംർ, കാര്യമൊക്കെ തീരുമാനിച്ചു, ഇവൻ നിഷേധിയാണ്, ധിക്കാരിയാണ്, നരകാവകാശിയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ ആ സമയത്ത് നടക്കുന്ന ശൈത്താന്റെ ഖുത്ബ എന്ന് പറയാം അതിന്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് സത്യമായിട്ടൊരു വാഗ്ദാനം നടത്തി, വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം ചെയ്തു, അത് ഞാനിതാ ലംഘിക്കുന്നു. അഥവാ അള്ളാഹുവിനെ അനുസരിച്ചാൽ സ്വർഗ്ഗമുണ്ട്, നിശ്ചയിച്ചാൽ നരകമുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഇവിടെ പിശാച് എന്താണ്? ദുനിയാവ് ഇവിടെ അടിച്ചു പൊളിച്ചോ, ഇവിടെ എൻജോയ് ചെയ്തോ, ഇതൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതൊന്നും അനുസരിക്കണ്ട, അള്ളാഹിനെ ധിക്കരിച്ച് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, അങ്ങനെ പിശാചിന്റെ വാഗ്ദാനം. പിശാച് പറയും, ഞാൻ ചെയ്ത വാഗ്ദാനം അതാ ലംഘിക്കുന്നു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ, ഞാൻ ആകെ ചെയ്തത് നിങ്ങളെ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുക, പ്രോത്സാഹനം നൽകുക, അത് മാത്രമേ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളാണ് ഉത്തരം ചെയ്തത്, നിങ്ങൾക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്ഷണിച്ചു, നിങ്ങൾ ഉത്തരം ചെയ്തു. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട, എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട. ശൈത്താൻ പറയുന്നതാ, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. ഇന്നിവിടെ എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ ഒന്നും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അവസാനം പറയും, ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, എന്നെ മുൻപേ നിങ്ങൾ പങ്കു ചേർത്തതിനെ ഞാൻ നിഷേധിക്കുന്നു എന്നവിടെ വെച്ച് പിശാച് പറയുന്ന വർത്തമാനം അവിടെ ഉണ്ടാകും. ഇതാണ് ഒന്നാമത്തെ തഫ്സീറായിക്കൊണ്ട് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, മറ്റു ചില പണ്ഡിതന്മാർ ഈ ആയത്തിലെ ഖരീനിനെ പറ്റി പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം ഫവായിദിൽ വിശദീകരിക്കുന്നുണ്ട്. ബൽ ഖരീനുഹു ഹാ ഹുനാ ഹുവൽ മലക്, അത് മലക്കാണ് ആ ഖരീൻ. അത് ആ നന്മകൾ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ പാപങ്ങൾ രേഖപ്പെടുത്തിയ ഇവന്റെ രേഖകൾ കൊണ്ടുവന്ന മലക്കാണ് അവിടെ ഖരീൻ എന്നുള്ളത്. അപ്പൊ മലക്ക് എന്താ പറയാ? ഞാൻ അവനെ തെറ്റിച്ചിട്ടില്ല എന്ന് മലക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഫയദ്ദഇ അലൈഹി അന്നഹു സാദ അലൈഹി ഫീമാ കതബഹു അലൈഹി വതഗ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മലക്കിനെതിരെ ഈ മനുഷ്യൻ പരലോകത്ത് പറയുന്നതാണ്. മലക്ക് രേഖ കൊണ്ടെന്ന് വെച്ചല്ലോ, ആദ്യത്തെ ഖരീൻ എന്ന് പറഞ്ഞിട്ട്, ഇതാണ് എന്റെ രേഖകൾ, എന്റെ ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ മനുഷ്യൻ പറയും, ഈ മലക്ക് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത് എനിക്ക് തൗബ ചെയ്യാൻ, അഥവാ എന്നോട് അവൻ അതിൽ കവിച്ചിട്ടുണ്ട്, എന്നോട് അനീതി അവൻ കാണിച്ചിട്ടുണ്ട്, അവൻ എഴുതിയത് ശരിയല്ല. വന്നഹു ലം യഫ്അൽ ദാലിക കുല്ലഹു, അവൻ ശരിക്കല്ല അതൊക്കെ ചെയ്തിട്ടുള്ളത്. വന്നഹു അജലഹു ബിൽ കിതാബത്തി അനി തൗബ, തൗബ ചെയ്യുന്നതിന് മുമ്പ് എന്റെ തെറ്റ് അവൻ എഴുതി വെച്ചു പറയും. അതായത് ഞാൻ തെറ്റ് ചെയ്തു ശരിയാണ്, പക്ഷെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ ചെയ്യുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മലക്കിനെതിരെ പറയുന്നതാ, അവൻ എന്റെ കാര്യങ്ങൾ, ഞാൻ ചെയ്ത തെറ്റുകൾ എഴുതി വെച്ചു. വലം യുംഹിൽഹു ഹത്താ യതൂബ്, ഞാൻ തൗബ ചെയ്യുന്നവരെ അവൻ എഴുതാതിരുന്നില്ല എന്ന നിലക്ക് മനുഷ്യൻ എന്ത് പറയും? മറുപടി പറയും. മനുഷ്യൻ മലക്കിനെതിരെ പറയും. അപ്പോൾ മലക്ക് പറയുന്ന വാക്കാണ് മാ ജിത്തു ഫിൽ കിതാബത്തി അലാ മാ അമില വലാ അജൽതുഹു അനി തൗബ, അവൻ ചെയ്തതല്ലാതെ ഞാൻ എഴുതിയിട്ടുമില്ല, അവൻ ചെയ്തപ്പോൾ പറഞ്ഞതന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അവൻ തൗബ ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ ധൃതിപ്പെട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല, രേഖപ്പെടുത്താനും നിന്നിട്ടില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ വഴികേടിലായിരുന്നു. അപ്പോ രണ്ട് രീതിയിലാണ് അതിന്റെ തഫ്സീർ വന്നിട്ടുള്ളത്. ഒന്ന് ഖരീൻ ശൈത്താനാണെന്ന നിലക്ക്, അതാണ് അധിക തഫ്സീറുകളിലും വന്നിട്ടുള്ളത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ആ ഖരീൻ നേരത്തെ മുമ്പ് പറഞ്ഞ ആയത്തിൽ മലക്കായതുകൊണ്ട് ഇതും മലക്ക് തന്നെയാണ്. അവിടെ ആ മലക്കാവുമ്പോൾ അതിന്റെ ആശയം എന്താ വരുന്നത്? ഈ പറഞ്ഞ അർത്ഥത്തിലാണ്. ഇവൻ മലക്കിനെതിരെ പറയുമ്പോൾ ആ മലക്ക് തിരിച്ചു പറയുന്നതാണ്, ഞാൻ അവനോട് ഒരു ദുൽമും ചെയ്തിട്ടില്ല, ഒരു അതിക്രമം ചെയ്തിട്ടില്ല, അവൻ വഴികേടിലായിരുന്നു എന്ന നിലക്ക്. അപ്പോ ആ നിലക്ക് ഈ മനുഷ്യനും ഇനി പിശാചിന്റെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പിശാചും തമ്മിലൊക്കെ ഇങ്ങനെ തർക്കവും വാഗ്വാദവും ഒക്കെ അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവരോട് പറയും, ഖാല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല അതിന്റെ ഫാഇൽ അള്ളാഹ്, ലാ തഖ്തസിമൂ ലദയ്യ, നമ്മുടെ അടുക്കൽ നിങ്ങൾ ഒരു തർക്കവും നടത്താൻ നിൽക്കണ്ട, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു തർക്കിക്കാൻ നിൽക്കണ്ട. ലിൽ ഇൻസിയിൽ കാഫിർ വൽ ജിന്നിയിൽ ഗാവി, ആരോടത് പറയുന്നത്? മനുഷ്യൻ, കാഫിറായ മനുഷ്യനോടും ഇവനെ പഴപ്പിക്കാൻ ഒപ്പുണ്ടായിരുന്ന, ഇവനെ പഴപ്പിച്ച് പറയുന്ന ജിന്നുണ്ടല്ലോ, തർക്കിക്കുന്ന ശൈത്താൻ ഉണ്ടല്ലോ, അവരോട് കൂടിയിട്ട് പറയും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട. ഐ ലാ യൻഫഉൽ ഖിസാമൽ യൗം, ഇന്ന് ഈ തർക്കം ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല, ഒരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പരലോകത്ത് തർക്കിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഫിറുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പല തർക്കങ്ങൾ ഉണ്ടാവുന്ന. ഇപ്പോ ശൈത്താനായിട്ട് തർക്കിച്ചു, മലക്കിനായിട്ട് തർക്കിച്ചു,
സ്വന്തം നഫ്സ്, ഒരു കാഫിറിന്റെ സ്വന്തം നഫ്സും അവനും തമ്മിൽ തർക്കമുണ്ടാകും എന്നൊരായത്തിന്റെ തഫ്സീറിൽ പല തഫ്സീറുകളിലും ഉലമാക്കൾ കൊടുത്ത ചില അസറുകൾ കാണാം. അതിന്റെ സിഹത്തിൽ ചില ചർച്ചകൾ ഉണ്ടെങ്കിൽ കൂടി ഈ ആയത്തിൽ സൂറത്ത് നഹ്ലിലെ 111-ാമത്തെ ആയത്തിൽ കാണാം, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ, ഓരോ നഫ്സുകളും അവന്റെ നഫ്സിനോട് തന്നെ തർക്കിക്കുന്ന, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന വിഷയത്തിൽ നഫ്സുകൾ വരും എന്നുള്ള ആയത്തിന്റെ തഫ്സീറുകളിൽ ചിലർ കൊടുത്തത് കാണാം. അവനവന്റെ നഫ്സ് അവനോട് തർക്കിക്കും, ഇതെങ്ങനെ ചെയ്തോണ്ട് എങ്ങനെ ആയത്, എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് നഫ്സ് വരെ അവന്റെ എതിരാകുന്ന രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം അവിടെ ഒരാളും കൂട്ടിനുണ്ടാവില്ല, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അല്ലാഹു പറയും, ഇവിടെ തർക്കിക്കണ്ട, നിങ്ങൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, നിങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ വാഗ്ദാനം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഐ അൻദർതുക്കും ബി ഇർസാലി റുസുലി, ഞാൻ റസൂലുകളെ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനെ കുറിച്ച് താക്കീത് തന്നിട്ടുണ്ട്. വഇൻസാലി കുതുബി, എന്റെ കിതാബുകൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ. വഖാമത്ത് അലൈക്കുമുൽ ഹുജ്ജത്തുൽ ബാലിഗ ഫിദ് ദുനിയ, നിങ്ങളുടെ മേലെ വ്യക്തമായിട്ടുള്ള പ്രമാണം, തെളിവ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിലേക്ക് റസൂലുകൾ വന്നിട്ടുണ്ട്, നിങ്ങളിലേക്ക് കിതാബുകളെ ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത പ്രവർത്തനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്തില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഞാൻ അതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ള താക്കീത് നൽകിയിട്ടുള്ളതാണ്, അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, നമ്മുടെ അടുക്കൽ വാക്കിനൊരു മാറ്റവുമില്ല, നമ്മുടെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥയില്ല. ഐ ലാ ഖിലാഫ ലിവഅദി, അഥവാ എന്റെ അള്ളാഹു പറയാണ്, എന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല, ഞാൻ പറഞ്ഞ എന്താണോ അതുപോലെ ചെയ്യും എന്നുള്ളത്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞല്ലോ, ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ എന്നുള്ള ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നിടത്ത് രണ്ട് അഭിപ്രായങ്ങൾ പ്രധാനമായി കാണാം. ഒന്ന്, അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ മുറാദു ബിദാലിക്, സൂറത്ത് ഹൂദിലെ 119-ാമത്തെ ആയത്താണ് ഉദ്ദേശം എന്ന് കാണാം. എന്താ സൂറത്ത് ഹൂദിലെ 119-ാമത്തെ ആയത്ത്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും, ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും എന്നുള്ള അള്ളാഹുവിന്റെ ഈ വാക്ക് അതിന് മാറ്റമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതവിടെ സംഭവിക്കുക ചെയ്യും, ഈമാനുള്ളവർക്ക് സ്വർഗവും നൽകപ്പെടുമെന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, മാലി വഅദി ഖൽഫുൻ ലിഅഹ്ലി ത്വാഅതി വലാ അഹ്ലി മഅസിയതി, എന്നെ അനുസരിക്കുന്ന ആളുകൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത് അതവിടെ ഉണ്ടാകും, എന്നെ ധിക്കരിച്ച ആളുകൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് അവർക്കുണ്ടാകും. അതാണ് അതിന്റെ തഫ്സീർ. മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ ഖവൈതു മാ അന ഖാദിൻ, എന്താണോ ഞാൻ തീരുമാനിച്ച് വിധിച്ചത് അത് അതുപോലെ നടക്കും, ഞാനാണ് വിധിക്കുന്നവൻ എന്നുള്ളത് എനിക്ക് പറഞ്ഞു കാണാം. ഇനി മറ്റൊരു തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആയത്തിന് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ എന്ന ആയത്തിന്റെ മറ്റൊരു തഫ്സീർ ചില ഉലമാക്കൾ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മാ യുഗയ്യറുൽ ഖൗലു ഇൻദി ബിൽ കദിബി വത്തൽബീസ് കമാ യുഗയ്യറു ഇൻദൽ മുലൂകി വൽ ഹുക്കാം, നിങ്ങൾ ഭൂമിയിൽ നിങ്ങളുടെ രാജാക്കന്മാരുടെ മുമ്പിലും നിങ്ങളുടെ ന്യായാധിപന്മാരുടെ മുമ്പിലെല്ലാം വാക്കുകളും കളവും കൂട്ടിക്കഴിച്ചിട്ടും തൽബീസ് നടത്തിയിട്ടും ഒക്കെ പറ്റിച്ച പോലെ ഇവിടെ വെച്ചിട്ട് വാക്ക് മാറ്റാൻ പറ്റില്ല. ഫയകൂനുൽ മുറാദു ബിൽ ഖൗലി ഖൗലുൽ മുഖ്തസിമീൻ വഹുവ ഇഖ്തിയാറുൽ ഫറാ ഇബ്നു ഖുതൈമ ഖൽ ഫറാ ഇബ്നു ഖുതൈമ ഫറാ എന്നുള്ളവർ ആ അർത്ഥത്തിൽ പറഞ്ഞു കാണാം. മാ യുക്ദബു ഇൻദി ലിഇൽമി ബിൽ ഗൈബ്, എന്താണ് അതിന്റെ ആശയം? എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ കൃത്യമായ അറിവുണ്ട്, അല്ലാഹു പറയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കും ഇവിടെ കളവാക്കപ്പെടുന്ന അവസ്ഥയല്ല, അഥവാ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഇവിടെ പറ്റില്ല. മാ യുഹറഫുൽ ഖൗലു ഇൻദി വലാ യുസാദു ഫീഹി വലാ യുൻഖസ്, ഒരു വാക്ക് കൂട്ടാനോ കുറക്കാനോ കളവ് പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള നിലക്കാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ചില തഫ്സീറുകളിൽ അങ്ങനെയും മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും അള്ളാഹുവിന്റെ വാഗ്ദാനം അവിടെ നടക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കളവ് പറഞ്ഞിട്ടോ ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നിട്ട് പറയുകയാണ്, വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാനല്ല, അള്ളാഹു പറയാണ്, ഞാൻ ഒരിക്കലുമല്ല ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമകളോട് ദുൽമു ചെയ്യുന്ന, അടിമകളോട് അതിക്രമം ചെയ്യുന്ന ഒരാളല്ല ഞാൻ എന്ന് അള്ളാഹു തആല പറയാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്
ഒരിക്കലും യോജിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുലേക്ക് ചേർത്തപ്പെടാത്ത ഒരു സിഫത്താണ്, അഥവാ അള്ളാഹുവിൽ നഫി ചെയ്യപ്പെട്ട സിഫത്താണ് ദുൽമു എന്നുള്ളത്. ഇതിന്റെ തഫ്സീർ കാണാം. ഐ ലാ ഉഅദ്ദിബുഹും ദുൽമൻ ബിഗൈരി ജറമിൻ ഇഖ്തറഫൂഹു വലാ ദംബുൻ അസ്നബൂഹു. ഒരിക്കലും അവരുടെ മേലെ ദുൽമു അതിക്രമകാരണത്താൽ ദുൽമു ചെയ്തുകൊണ്ട് അവരുടെ മേലെ ശിക്ഷിക്കുകയില്ല അവരെ ബിഗൈരി ജറമിൻ ഇഖ്തറഫൂഹു, അവർ ചെയ്ത തെമ്മാടിത്തരം കൊണ്ടല്ലാതെ, അവർ ചെയ്ത തെമ്മാടിത്തരത്തിന്റെ മേലെ അല്ലാതെ അവരുടെ മേലെ ദുൽമായിക്കൊണ്ട് അള്ളാഹു ശിക്ഷിക്കില്ല. വലാ ദംബുൻ അസ്നബൂഹു, അവർ ചെയ്ത പാപത്തിന്റെ മേലെ അല്ലാതെ അവരോടൊരു ദുൽമും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല എന്നുള്ളത്. അതായത് അള്ളാഹു തആല ഒരാളെ ഹിദായത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുക? ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അള്ളാഹുവിന്റെ ഫദ്ലും അള്ളാഹുവിന്റെ നിഅമത്തുമാണത്. ഒരിക്കലും ഒരാളുടെ ഗുണം കൊണ്ടല്ല ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്നത്. അള്ളാഹ് ഹിദായത്ത് കൊടുക്കാനുള്ള എന്താണ്? ഫദ്ലും നിഅമത്തുമാണ്, അള്ളാഹുവിന്റെ ഔദാരി, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഒരാൾ ദലാലത്തിലാകുന്നതോ ഒരാൾ വഴികേടിലാകുന്നതോ ഹിക്മത്തൻ മിൻഹു വ അദ്ല, അള്ളാഹുവിന്റെ ഹിക്മത്തും അദ്ലും കാരണത്താലാണ്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. പല ആളുകളും ചിലപ്പോഴൊക്കെ ശൈത്താൻ അവരിൽ വസ്വാസ് ഉണ്ടാക്കുന്നത്, ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടില്ല, അവന് ഒരു കാഫിറായ ഉമ്മാന്റിപ്പാന്റെ മകനായതുകൊണ്ടല്ല അവൻ കാഫിറായി പോയത്, ഞാൻ മുസ്ലിമായ ഉമ്മാന്റിപ്പാന്റെ മകനായതുകൊണ്ടല്ല ഞാൻ മുസ്ലിമായി പോയത്, ഇവിടെ അനീതിയല്ല അത് അല്ല. ഇങ്ങനെ ആളുകൾ സംശയം ചോദിക്കുന്നത് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിമായി ജനിച്ചുകൊണ്ട് സ്വർഗത്തിലാവുന്നതിൽ ഉറപ്പുണ്ടോ? ഒരിക്കലുമില്ല. മുസ്ലിമായി ജനിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലാകുന്നതിൽ ഉറപ്പുണ്ടോ? ഇല്ല. സ്വർഗത്തിലാണെങ്കിൽ അവൻ തെളിയിച്ചു കൊടുക്കേണ്ട കുറെ കാരണങ്ങൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. എല്ലാ ആളുകൾക്കും ഇവിടെ ജനിച്ചു വീണിട്ട് അവൻ തെളിയിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുള്ള അവസരം അല്ലാഹു തആല നൽകും. അതാണ് ഫദ്ലൻ മിനല്ലാഹി വ നിഅമ. വഴികേടിലാകുന്നതോ ഹിക്മതൻ വ അദ്ല, അള്ളാഹുവിന്റെ യുക്തിപൂർവമായിട്ടുള്ള നടപടിയും അള്ളാഹുവിന്റെ നീതിപൂർവമായിട്ടുള്ള നടപടിയുമാണത്. അള്ളാഹുവിന്റെ യുക്തിപൂർവമുള്ള നീതിപൂർവമുള്ള നടപടിയാണ്. ഒരാൾ കാഫിറായി ജനിച്ച് കാഫിറായി മരിക്കുന്നെങ്കിൽ അവൻ നരകാവകാശിയാകാൻ യോഗ്യതയുള്ളൂ. അവന് എത്ര മുസ്ലിമായ എത്ര മുത്തഖിയാളുടെ ഇനിയിപ്പോ ഒരു നബിയുടെ മകനായി ജനിച്ചാലും അവൻ നരകാവകാശിയായിരിക്കും. അത്രയേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ അദ്ലുമാണ്. ആ രണ്ട് അടിസ്ഥാനം മനസ്സിലാക്കണം. അള്ളാഹു ഹിദായത്തിന്റെ അടിസ്ഥാനം ഫദ്ലും നിഅമത്തും, വലാലത്തിന്റെ അടിസ്ഥാനം ഹിക്മത്തും അദ്ലുമാണ് എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ൽ എന്ന് പറഞ്ഞാൽ ദുൽമു ചെയ്യാത്തവൻ. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദുൽമ് അവനിലേക്ക് ചേർത്തപ്പെടുന്ന അവസ്ഥയേ ഇല്ല. ദുൽമ് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഒരിക്കലും അള്ളാഹു തആല അദ്ലുള്ളവനായതുകൊണ്ട് ദുൽമ് ചെയ്യുകയില്ല എന്നുള്ളത്. അപ്പൊ ഇത്രയുമാണ് വിചാരണയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഖാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷം സവാബാണ്. അതായത് മരണം പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞു. അതിനുശേഷം വിചാരണയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് 29ാമത്തെ ആയത്ത് വരെ നടന്നത്. ഇനി 30 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർക്ക് നരകവും സ്വർഗവും നൽകപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ ആ ഭാഗങ്ങൾ വായിക്കാം. അപ്പോൾ തഫ്സീർ നമ്മൾ വായിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള തഫ്സീറാണ്. പ്രത്യേകിച്ചും വായിച്ച് സ്വയം പഠിക്കാവുന്ന നിലക്കുള്ളതാണ്. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ഓർത്ത് ചിന്തിച്ച് പാരായണം ചെയ്യാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.